ഒരു കപ്പ് ചോറുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡിയാക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനെല്ലാം പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു കപ്പ് ചോറ് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പുതിയതോ പഴയതോ ഏതായാലും നിങ്ങൾക്ക് എടുക്കാം. അതിലേക്ക് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ്സോ അതിൽ കുറവോ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് ലൂസായി പോരുത് കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ അരച്ചതിന് ശേഷം നമുക്ക് ഇനി ഇത് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ 1-2 പ്രാവശ്യം കറക്കിയെടുക്കുമ്പോഴേക്കും തന്നെ ഇതുപോലെ നമുക്ക് ആയി കിട്ടും. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് ലൂസാക്കരുത്, കുറച്ച് തിക്കായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചൊന്ന് ടൈറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കണം. അരിപ്പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം. പക്ഷേ അരിപ്പൊടി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടൈറ്റായിട്ട് കിട്ടും. നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കുഴച്ചെടുക്കുന്നില്ല, ആ ഒരു കട്ടിയിലാണ് മാവ് റെഡിയാക്കേണ്ടത്. പിന്നെ പൊടി ചേർക്കുമ്പോൾ നിങ്ങൾ കുറച്ചായിട്ട് ചേർത്താൽ മതി, ഓവറായിട്ട് ടൈറ്റ് ആക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇടിയപ്പം മേക്കർ എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില്ലിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മാവ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ മാവ് നിങ്ങൾ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്താലും മതി. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പരിപാടി കഴിയും. അപ്പോൾ നമ്മൾ മാവെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ പ്ലേറ്റ് ആയാലും മതി, അതിലേക്ക് നമുക്ക് മാവ് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം മാവ് ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നും ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സൈസിൽ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാനും പറ്റും. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ചൂടാക്കാം. ഓയിലെല്ലാം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് മാവ് ഇട്ട ഉടനെ തന്നെ നിങ്ങൾ മറിച്ചിടാനും തിരിച്ചിടാനൊന്നും നിൽക്കരുത്. കാരണം ആ സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ചൊന്ന് ഹാർഡായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരും. ആ സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നല്ലൊരു കളറായി ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം. കുറേ സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ സ്നാക്കും റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി നമുക്കിത് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സ്നാക്കെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുലുക്കണം. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ കുലുക്കി കഴിയുമ്പോൾ ആ മുളക് പൊടി ഉപ്പെല്ലാം ഇതിലേക്ക് പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമ്മൾ ലേസെല്ലാം കഴിക്കുന്നില്ലേ, അതുപോലത്തെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമുക്ക് കുറേ നാൾ ഒരു പാത്രത്തിൽ, ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനെല്ലാം പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാനും പറ്റുമല്ലോ. കുറച്ച് സമയം മതി, കുറച്ച് ചോറുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇതുപോലുള്ള നല്ല റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്.